ഹലോ, വെൽക്കം ബാക്ക് ടു അവർ പുതിയ വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മളിന്ന് കന്യാകുമാരിയാണ്. കന്യാകുമാരിയിൽ ഒരു ബോട്ട് റൈഡ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സിജോൻ്റെ ബോട്ടാണ്. സിജോണ് ഇതിൻ്റെ ബോട്ടിൻ്റെ ഓണറും കപ്പിത്താനൊക്കെ. അപ്പോൾ എല്ലാവരും നമ്മൾ കടൽ കാണാൻ പോകും. കരയിൽ നിന്ന് കാണുന്ന പോലെയല്ല കടലിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കളികളാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡ്രൈവ് ചെയ്തു. അപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത്. കടലിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ യാത്രകളും തുരുത്തുകൾ, പാറകൾ, കല്ലുകൾ, വെള്ളത്തിൻ്റെ നിറം, പിന്നെ നമുക്ക് കടലിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. കാരണം നമുക്ക് ആർക്കും അങ്ങനെ കിട്ടൂലല്ലോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. ഞങ്ങളെ ഫ്രണ്ടായ ലാൻസിൻ്റെ ക്ലാസ്മേറ്റും അതുപോലെ ലാൻസിൻ്റെ നാട്ടിലുമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇത് കന്യാകുമാരിയിൽ തേങ്ങാപ്പട്ടണത്താണ് ഞങ്ങൾ ഈ കടൽ യാത്ര പോണത്. അപ്പോൾ കടൽ യാത്ര പോകുന്ന സമയത്ത് ആ തിരകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തിന് ആ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് അവിടുത്തെ പോലെ പള്ളി പോലെ കടലിൽ പോകുന്ന പോലെ വിശ്വാസികളാണ്. അപ്പോൾ അവർ അതിൻ്റേതായിട്ട് പ്രാർത്ഥിച്ചും കാര്യങ്ങളൊക്കെ പോകുന്നൊരിതാണ്. അപ്പോൾ ഈ കടലിലിങ്ങനെ തിരകളിങ്ങനെ ഒഴുകുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് എല്ലാവർക്കും കിട്ടുമെന്ന് അറിയില്ല. കാരണം ഇങ്ങനത്തെ ഒരു നാട്ടിൽ പോയിട്ട് ഈ കടൽ തൊഴിലാളികളെ കൂടെ ഓലെ എക്സ്പീരിയൻസും ഓലെ കടലിലെ അനുഭവങ്ങളും അവർ കടലിൽ പോയ എന്തൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, അതുപോലെ അവർക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സിജു നല്ല കമ്പനി ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോട്ട് ഓടിക്കാൻ തോന്നും. ഈ ബോട്ട് ഓടിക്കൽ പറഞ്ഞാൽ ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസാണ്. അതിൻ്റെ ഷിയാസ് കപ്പിത്താനൊക്കെ ആയിട്ട് അവിടെ മൂഞ്ചി. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ മാറി നമ്മൾ ഈ ബോട്ട് ഓടിക്കുക പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഇത് യമഹയുടെ എൻജിൻ വെച്ചുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ആ ബോട്ടിങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ദിശ അറിയണം. ഇത് ഓടിക്കണമെങ്കിൽ ഒരു കഴിവുണ്ട്, അതെല്ലാവർക്കും കിട്ടൂല. അങ്ങനെ നമ്മളൊക്കെ പഠിപ്പിച്ച് തന്നെ സിജോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയാണ്. ഈ കപ്പലിൻ്റെയും മീൻ പിടിക്കാൻ പോണതും എപ്പോഴാണ് പോണത്, എവിടെയൊക്കെ മീനുകൾ ഉണ്ടാകുക, എങ്ങനെയാണ് മീനുകളെ കണ്ടെത്തുക, അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ ഈ കടലിൽ പോകുന്നവർക്ക് ഓല വഴികളും കിളക്കോൽക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ അടിപൊളി വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യും.